കൃഷ്ണ ഗുരുവായൂരപ്പ. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ പേര് പറയൂ. ഗുരുവായൂരപ്പനാണ് സാർ. ഇഷ്ടപ്പെടാത്ത ദൈവം? ഓ, എല്ലാ ദൈവങ്ങളും ഇഷ്ടമാണ് സാർ. നോ നോ, സത്യം പറയൂ, ഇല്ലെങ്കിൽ ദോഷം. ദോഷമോ? നിനക്ക് ജലദോഷമാണോ വെച്ചേ? മമ്മി മരുന്ന് വരട്ടി തരാം. ഒരു പ്രൊഫസർ. നീ ആ കണ്ണാടി എടുക്ക്, ഡാഡി വന്നു. ഇത് നോക്ക്, വലിയ പ്രൊഫസറാണത്രേ. ചോദിക്കുന്നതിന് ഞാൻ സമാധാനം പറയണം. മോനെ ഡാഡിക്ക് പോകണ്ടേ? കണ്ടത് ഡാഡി, ഇത് വെച്ച് ഡാഡി എങ്ങനെ കാണും? എനിക്കൊന്നും കണ്ടൂടാ. മോനെ ഡാഡി വേറെ കണ്ണട വാങ്ങിച്ചു തരാം. ഞാൻ പറഞ്ഞത് മറക്കല്ലേ, നേരത്തെ വരണം. മറക്കാനോ? അത് കൊള്ളാം. വൈകി വന്നിട്ട് പിന്നെ എക്സ്ക്യൂസ് പറയരുത്. അയ്യേ, എന്തിനാണ് മോൻ എന്നാക്കുന്നത്? മമ്മി പറഞ്ഞു മോന് കോൾഡ് വന്നു. കേട്ടോ, ഞാൻ പറഞ്ഞിട്ടാണ് അത്ര ഇവന് കോൾഡ്. കുറച്ച് വിക്സ് പുരട്ടി കൊടുക്കൂ. വേണ്ട ഡാഡി, എരിയും. ജലദോഷമുള്ളപ്പോ നാട് ചുറ്റിക്കാണാൻ പറ്റില്ല. ഡാഡിക്ക് ടാറ്റ പറയണ്ടേ? ആ, നിങ്ങൾ എന്നെ പുരട്ടി കൊടുക്കണം. ഞാൻ പറഞ്ഞ അനുസരിക്കില്ല. കൈനിട്ട് നീ തന്നെ തേക്ക്. ഡാഡി വരട്ടെ. ഡാഡി ടാറ്റ. ടാറ്റാ. ആ, കുറച്ചുകൂടെ എടുത്താട്ടെ. ആ, മനസ്സിലായി. അത് ബൈ ഇലക്ഷൻ വരുമ്പോഴല്ലേ? ഓ, ഇപ്പോഴേ ഓർമ്മിപ്പിക്കായിരിക്കും. 1 ലക്ഷമോ? ആ, അതല്പം കൂടുതലല്ലേ? ആ, ഇലക്ഷൻ വരുമ്പോഴാകാം. പിന്നെ ബ്ലാക്ക് ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ആ, പിന്നെ ആ SIയെ മാറ്റി പകരം നമ്മുടെ പയ്യനെ പോസ്റ്റ് ചെയ്യണം. അല്ല, ആ കോർപ്പറേഷൻ ചെയർമാന്റെ കാര്യം മറന്നു. അതെ, എന്റെ ആള് തന്നെ. രാഷ്ട്രീയമില്ലെന്നോ? ഇപ്പോഴത്തെ കോർപ്പറേഷൻ ചെയർമാൻ ആവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. ശരി, സമ്മതിച്ചു. ഓക്കെ. അല്ല, ആലോചിച്ചോ? നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം മറ്റൊരു പാർട്ടിയെ കോണ്ടാക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ആ സംഖ്യ വളരെ കൂടുതലല്ലേ സാർ? ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. ഈ ഫോർമുല പ്രകാരം 1 കിൻഡിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് അതിന്റെ 4-1 മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോ 1 കൊല്ലം കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ലാഭവും എനിക്ക് തരുന്ന വിലയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. ശരി, സമ്മതിച്ചു. എങ്കിൽ രാത്രി വരൂ, ഫോർമുലയെ കുറിച്ച് മനസ്സിലാക്കി തരാം. പക്ഷേ തുക ക്യാഷായിട്ട് തന്നെ വേണം. ഓക്കെ? എന്നാൽ അങ്ങനെയാകട്ടെ. ഓക്കെ, സീ യു. സർ. ആ, മാത്യു, പുതിയ സ്കൂളിന്റെ കോൺട്രാക്ട് മുഴുവൻ നിന്റെ പേരിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. ശരി സർ. ആ, പിന്നെ നമ്മൾ പണിത വാട്ടർ ടാങ്കുകൾക്ക് വിള്ളൽ വീണിരിക്കുന്നു. ജൂനിയർ എഞ്ചിനീയർ ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ജൂനിയർ എഞ്ചിനീയർക്ക് ഉദ്യോഗത്തിൽ തുടരാൻ ആഗ്രഹമുണ്ടോ എന്നൊന്ന് ചോദിക്കേ. സാരല്ല, വാട്ടർ ടാങ്കിന് 2ാമതൊരു ലെയർ കൂടി കോൺക്രീറ്റ് ചെയ്യാൻ പറ. ചീഫ് എഞ്ചിനീയറെയും മിനിസ്റ്ററെയും ഞാൻ കണ്ടോളാം. ശരി സർ. മോൻ പോയി ഉറങ്ങി. ഡാഡി വന്നിട്ട് ഞാൻ ഉറങ്ങും. ഡാഡി ഇനി എപ്പോ വരാനാ? കോൺഫറൻസ് ഒന്നും തീർന്നിട്ടില്ല. നീ പോയി കുറച്ചൊന്ന് കാണട്ടെ മമ്മി. I fight you stand on one foot. I'll fight you with my eyes closed. Oh, pulling the necks on me, eh? Sneaking up on me, eh? Why? Here. Go away and let us alone. Oh, scared, huh? ഡാഡി. Afraid, huh? How long do you stay ഡാഡി like മമ്മി this? പിണങ്ങിയിരിക്കോ? എന്തിനാണ് മോനെ? ഇന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന പ്രോമിസ് ചെയ്തിരുന്നില്ലേ? ഓ, ഡാഡി അതങ്ങ് മറന്നുപോയി. Put your hands up ഇതാ, on the left side of ഇത് മോനെ. അതാർക്കോ? ഇത് മമ്മിക്ക്. Get up and teach him a lesson. ദാ, എനിക്ക് വേണ്ട.
പിണങ്ങാന്ന് പറഞ്ഞില്ലേ? അല്ല, അങ്ങനെ പിണങ്ങിയാലോ? വരാൻ പറ്റിയില്ല. ഇന്നത്തെ കൊണ്ട് കോൺഫറൻസ് കഴിഞ്ഞു. ഇനി ഫ്രീ ആണ്. പിന്നെ 10 മണി വരെയല്ലേ കോൺഫറൻസ്. കൂട്ടുകാരെ കണ്ടാ പിന്നെ എല്ലാം മറക്കും. കൂട്ടുകാരി എന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. ആർക്കറിയാം? ഇല്ല മോളെ, കൂട്ടുകാരിയും കാമുകയും ഭാര്യയും ഒക്കെ നീ തന്നെയാണ്. ഇനി ഒരാഴ്ചയുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. അതെ അതെ, നാളെ പറയും ടെലിഗ്രാം വന്നു ഉടനെ പുറപ്പെടണമെന്ന്. നോ, ഒരിക്കലുമില്ല. എനിക്ക് എന്ത് വിഷമം തോന്നിയെന്നു. എങ്ങും പോയില്ലെങ്കിൽ വേണ്ട, ഇത്ര അകലെ വന്നിട്ട് എത്ര നേരമായി ഒറ്റയ്ക്കിരിക്കുക. അതിനിടയിൽ ഇവന്റെ ഉപദ്രവവും. സാരമില്ല, നാളെ മുതൽ സിനിമയോ പിക്നിക്കോ എന്ത് വേണമെങ്കിലും ആകാമല്ലോ. ആ ഡാഡി, നമുക്ക് എല്ലായിടത്തും പോണം. അമ്മ കിടന്നു പറയിക്കൂ പറയിക്കൂ പറയിക്കൂ. നിനക്ക് അവനെ നേരത്തെ ഉറക്കാൻ പാടില്ലായിരുന്നു. ഉറക്കില്ല. എടാ സോമ, അപ്പൊ ഇന്നും ഈ പത്രത്തിൽ ഒരു രക്ഷയില്ല. അന്നോ സുവർണ, ഈ കീറിയ പേപ്പർ കൊണ്ട് അപ്പുന്റെ കടയിലോട്ട് ചെന്നാൽ അവിടെ കൊല നടക്കും. കൊല നടന്നാലില്ലെങ്കിലും പോവാതിരിക്കാൻ പറ്റുമോ? രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ എങ്ങനെയാടാ? ആ പെണ്ണിനെ കാണുന്നില്ലല്ലോ. എടേ, നീ എവിടെയായിരുന്നു? ഞാൻ കുളിക്കാൻ പോയി. ഈ ഇടയിൽ ഒരുങ്ങിച്ചെന്ന് നടപ്പും പോക്കൊക്കെ ഞാൻ കാണുന്നുണ്ട്. വെളുപ്പാലത്ത് കുളിക്കാനെന്ന് പറഞ്ഞ് നീ പോകുന്നത് എവിടെയാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കുളക്കടവിൽ വല്ലാത്ത തിരക്കായിരുന്നു. നീ ചെല്ലുമ്പോ മാത്രം വല്ലാത്തൊരു തിരക്കുണ്ടാവും. ചേച്ചിക്ക് എല്ലാ കാര്യത്തിലും എന്നെ എപ്പോഴും സംശയ. ദാ നോക്ക്, ഞാൻ പിഴയാ. പിഴച്ചത് നീ കൂടി ചീത്തയാവാതിരിക്കാൻ വേണ്ടിയാ. ആ ഓർമ്മ നിനക്കില്ലെങ്കിൽ വെട്ടി തുണ്ടമാക്കി കളയും. നാളെ മുതൽ വെളുപ്പാൻ നേരത്ത് കുളിക്കാൻ പോകണ്ട. അപ്പോ അമ്മ ആള് മോശമല്ല, ഇവിടെ മുഴുവൻ അടക്കി വരിച്ചോളാം അല്ലേ? നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്തോ വേണം? അല്ല, എന്തോ വേണമെന്ന്? ഒന്നും ഉണ്ടായിട്ടല്ല, അയൽക്കാരാണല്ലോ എന്ന് കരുതി ചോദിച്ചു പോയതാ. ഞാൻ പോവില്ല. എന്താ മോളെ നീ പറയുന്നത്? നീ നാടകത്തിന് വിപ്ലവ പാർട്ടിയുടെ വീട്ടിൽ ബഹളം തുടങ്ങി. അതല്ല, ഞാൻ പോവില്ല. നാടക പാർട്ടിയുടെ വീട്ടില് തട്ടുമുട്ടും ഒരു രസമാണേ. മോൾ ഒന്നുകൂടി ആലോചിക്കേ. നാടകത്തിന് വേണ്ടിയല്ല അച്ചാൽ വിളിക്കുന്നത്. ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ നമ്മൾ എങ്ങനെ കഴിയും? ഇതിനേക്കാൾ നല്ലത് പിച്ചെടുക്കുന്നതാണ്. നാടകകാര്യങ്ങളെന്ന് പറഞ്ഞാൽ തേവിടിച്ചുകളെന്നാണോ നിന്റെയൊക്കെ ധാരണ? കുറെയൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കണം മോളെ. ഈ നാട്ടിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ കൊടിയും പിടിച്ച് അനീതിക്കെതിരെ നിറതോക്കിന്റെ മുന്നിലേക്ക് ചാടിവിള എന്റെ അച്ഛനാണ് പറയുന്നത്. വിപ്ലവകാരി, വിപ്ലവകാരിയായ അച്ഛൻ മരിച്ചുപോയി. നീതിയെയും സത്യത്തെയും രക്ഷിക്കാൻ ഇവിടെ ദൈവത്തിന് പോലും കഴിയില്ല മോളെ. ഈ നാടക കമ്പനിക്കാരൻ ആരാണെന്ന് അച്ഛൻ അറിയാമോ? പണ്ട് നമ്മുടെ സർപ്പക്കാട്ടിൽ ഒളിച്ചിരുന്ന സഖാവിനെ പാർട്ടിയുടെ തീരുമാനമെത്തിക്കാൻ അച്ഛൻ തന്നെ എഴുത്തുമായി ഞാൻ പോകുമ്പോൾ എനിക്ക് കൂട്ടിന് വന്നില്ലേ, അയാളാണ്. എന്റെ സ്നേഹിതന്റെ മകൻ, അച്ഛാ, MLA അദ്ദേഹത്തിന്റെ മകൻ, ഞാൻ വിശ്വസിച്ച പാർട്ടി സെക്രട്ടറിയുടെ മകന് എന്റെ മകളെ തന്നെ പിച്ച് ചീന്തണം. നീ പറയച്ചാ, ഞാൻ പോകണോ? അവൻ അരിഞ്ഞു വീഴ്ത്താനുള്ള ശക്തി ഇന്നും എനിക്കുണ്ട് മോളെ. അയ്യോ, ഇതെന്ത് പറ്റി രണ്ടെണ്ണന്മാർക്കും? കപ്പൽ മുങ്ങിപ്പോയോ? കഷ്ടം, നാവ് വരണ്ടിരിക്കും. ഈ ചൂടുവെള്ളം നിന്നാൽ ശരിയാവും. അപ്പൊ രണ്ടുപേർക്കും ചായ വേണ്ട? ഇതുവരെ നീ എവിടെയായിരുന്നു സുലതിനെ? ഓ, ഇനി ക്രോസ് വിസ്താരം കഴിഞ്ഞിട്ടേ ഉള്ളായിരിക്കും. വാങ്ങിട്ട് കുടിക്കടാ. അണ്ണന് വേണ്ടേ? പിന്നെ എനിക്ക് വേണ്ടേ? അണ്ണാ, നാളെ ഞാനൊരു ഇന്റർവ്യൂവിന് പോകുന്നു.
എനിക്ക് ജോലി കിട്ടുമോ? സംശയിക്കണ്ട, ഈ ജോലി നിനക്ക് തന്നെ കിട്ടും. എടീ, നേതാക്കന്മാരുടെ ആളുകൾ ഉണ്ടാവുമ്പോ നീ ഒന്നും ചെന്നിട്ട് തന്നെ കാര്യമില്ല. കണ്ടില്ലേ, ഒരു തടസ്സം പറിച്ചില്ല. അല്ലേലും അവൻ അങ്ങനെ സുലഭന് പോയിട്ട് വാ. ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ ആ ജോലി കിട്ടും. എടേ, ഈ ദൈവം തമ്പുരാനുണ്ടല്ലോ, അയാൾ വലിയ തിരക്കില്ല. നമ്മളെ പോലുള്ളവരുടെ കാര്യം നോക്കാൻ അയാൾക്ക് സമയമില്ല. നിന്റെ മുടിഞ്ഞ നാക്കൊണ്ടൊന്നും പറയാതിരിക്കടാ, നീ പോയിട്ട് വാ. വാ, അപ്പുന്റെ കട വരെ പോയിട്ട് വരാം. അന്നു അണ്ണാ, അമ്മ രാവിലെ തന്നെ അവളുടെ ജോലിക്ക് പറഞ്ഞു. നീ പോടാ, അവൾ അവിടെ ജോലിക്ക് പോയിട്ട്. വാ വാ വാ. നിന്റെ അച്ഛൻ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കായിരുന്നടി. മരിച്ചുപോയി എന്റെ അച്ഛനെ പറയാൻ പറ്റില്ല. ഓ, യോഗ്യനായ ഒരു അച്ഛൻ. ബാക്കി തരാനുള്ള സ്ത്രീധനപ്പണവും 3 പവൻ തരാതെ പറ്റിച്ചവനല്ലേ. ഇന്ന് നീ ഇവിടെ ഇറങ്ങണം. അച്ഛൻ തന്നതെല്ലാം വിറ്റ് തന്നില്ലേ? അത് ചോദിക്കാൻ നീ ആരാടി? സ്ത്രീധനപ്പണവും സ്വർണ്ണമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപോലെ ചെയ്യും. പോയിക്കോ. സ്ത്രീധനം കിട്ടിയിട്ടേ ഇങ്ങോട്ട് വന്നാ മതി. എന്താ അമ്മ എന്ന് ഈ ബഹളം? ഒരു ദിവസം പോലും സ്വയം തരില്ലേ? പെങ്കോന്തൻ. എന്റെ അച്ഛൻ മരിച്ചുപോയി, ഞാൻ ഇനി എങ്ങോട്ട് പോകാനാണ്? അച്ഛൻ മരിച്ചെങ്കിലേ അച്ഛന്റെ വഴിക്ക് നീ കൂടെ പോടി. അമ്മേ, എടി, ഇന്ന് ഞാൻ നിന്നെ കൊന്നു കുളിച്ചു മുടിപടി. എന്താ സ്ത്രീധനം തന്നെയാണോ പ്രശ്നം? ഇവള് വാശിയുള്ളവളാണെങ്കിൽ അതുണ്ടാക്കി തന്നെ. ആ, അവളൊരു പഞ്ചഭാവമായി പോയി. എടാ എടാ, അത്തരത്തിലുണ്ടാക്കുന്ന കാശേ നിന്റെയൊക്കെ അമ്മയ്ക്ക് കൊണ്ട് കൊടുറാ. തള്ളേ, വേണ്ടാത്തത് പറയാനുണ്ടല്ലോ. അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും. പൈസയൊന്നും ഞാൻ വിചാരിക്കൂല. സ്ത്രീധനത്തിന്റെ ബാക്കിയും ചൊല്ലി വഴക്കുണ്ടാക്കാൻ നാണമില്ലല്ലോ തള്ളേ. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. വേറെ ഒരുത്തരം യുവാന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നും മിണ്ടാതിരിക്കമേ. നീ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. സ്ത്രീധനത്തിന്റെ ബാക്കി കിട്ടിയിട്ട് വേണം ആ തള്ളയെ കെട്ടിക്കാൻ. പിന്നെ ഞങ്ങളിവിടെ ഉണ്ടെന്ന കാര്യം ഓർമ്മ വേണം. ഇനിയെങ്കിലും മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്കണം. ഓ, ഒന്നിരിക്കുന്ന ഓരോത്തന്മാരും. വേണം. ഞാൻ വീണ്ടും വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്റെ ഭാര്യ പ്രേമ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ നിശ്ചയിച്ചും കഴിഞ്ഞു. ഇക്കാര്യം ഞാൻ അവളോട് എങ്ങനെ പറയും? നിങ്ങളെ ഒരച്ഛനെ പോലെയാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആവക വർത്തമാനമൊന്നും പറയണ്ട. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് പ്രായ വ്യത്യാസമുണ്ടോ? അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവളുടെ സമ്മതം ആർക്ക് വേണം? ഞാൻ തീരുമാനിച്ചു, അത് നടത്തും. സമ്മതമില്ലെന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി പറയട്ടെ. അത്രയ്ക്ക് തന്റെ ഇടം ഉണ്ടാവില്ല. ഉണ്ടായാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയണ്ടല്ലോ. അയ്യോ, വേണ്ട വേണ്ട. എങ്കിൽ മകളോട് എന്റെ ആഗ്രഹം പറയും. ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞാൽ പോരാ, അവൾ എന്റെ കൂടെ ജീവിക്കണം. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും. അത് നടത്താൻ കഴിവുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അമ്മയ്ക്ക് അയാളോട് പറഞ്ഞാലെന്താ? സാധിക്കില്ലെന്ന്. അയാളൊരു ദുഷ്ടനാ മോളെ. ആരായാലെന്താ? നമ്മൾ അയാളുടെ ചെലവിലല്ലല്ലോ കഴിയുന്നത്. നാണമില്ലല്ലോ ഞാൻ അയാളുടെ ഭാര്യയാവണമെന്ന് പറയാൻ. മേലാൽ അയാൾ ഇവിടെ എങ്ങനെ വന്നാൽ അപ്പോഴറിയാം ഞാൻ ആരാണെന്ന്. മോളെ, അമ്മയ്ക്ക് എന്താ അയാളെ കാണുമ്പോൾ ഇത്ര ഭയം? ഒന്നുമില്ല. പിന്നെ പറയൂമ്മേ, അമ്മ എന്തിനാ അയാളെ പേടിക്കുന്നത്? ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? അമ്മയ്ക്ക് അയാളെ പേടിക്കണം മോളെ. അതിന്റെ കാരണം മാത്രം നീ ഇപ്പൊ ചോദിക്കരുത്. വിടൂ എന്നെ, വിടൂ. അച്ഛാ, അച്ഛാ, വിടൂ എന്നെ, വിടൂ, വിടൂ, വിടൂ എന്നെ, വിടൂ അച്ഛാ, ഇവിടെ ആരുണ്ട്? വിടൂ, വിടൂ, വിടൂ. മോളെ, 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 കഥവ് തുറക്കും മോളെ. എന്താ ആരാ മോളെ? മോളെ, കഥവ് തുറക്കും മോളെ.
അയ്യോ എന്റെ മോളെ ആരോ എന്നെ അയ്യോ മോളെ കതവ് തുറക്ക് മോളെ മോളെ കതവ് തുറക്കാൻ മോളെ എനിക്ക് എന്റെ മാനം രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ അച്ഛന്റെ പഴയ സ്നേഹിതന്റെ മകൻ എനിക്ക് കൊല്ലേണ്ടി വന്നു. ശരിയാറില്ല. നന്നായി മോളെ, നന്നായി. എന്നോട് ക്ഷമിക്കൂ അച്ഛാ, ഞാനൊരു കൊലപാതകയാണ്. പാർട്ടിയുടെ തണലിൽ കലയുടെ പേരും പറഞ്ഞ് എത്രയെത്ര പെണ്ണുങ്ങളെ നശിപ്പിച്ചവനാണ് അവൻ. എന്റെ മകൾ തന്നെ വേണ്ടി വന്നു അവനെ കൊല്ലാൻ. നീ മാത്രമായിരുന്നു എനിക്കൊരു തണൽ. സാരമില്ല, ജീവിക്കാൻ വേണ്ടി അഭിനയിക്കാൻ ഇറങ്ങിയതാണ് എന്റെ മകൾ. എന്റെ മോൾക്ക് ഈ ഗതി വന്നു. മോളെ, നീ കോടതിയിൽ സത്യം മാത്രമേ പറയാവൂ. മനസാക്ഷിയുള്ള ഒരു ജഡ്ജിക്ക് ഒരുപക്ഷെ എന്റെ മകളെ മനസ്സിലായേക്കും. പോ മോളെ, താനിവിടെ നിൽക്ക. ശരി സാർ. നടക്ക. മോളെ, മണിമുറ്റത്ത് ഒരു സ്വർണ്ണ തേരോട്ടം, തേരോടും നേരം താഴെ ഒരു വർണ്ണ കൂടാരം. മോന്റെ മമ്മി പറഞ്ഞു തരും. മാനത്തിൻ മണിമുറ്റത്ത് ഒരു സ്വർണ്ണ തേരോട്ടം, തേരോടും നേരം താഴെ ഒരു വർണ്ണ കൂടാരം. ജാതി കിളിജാലം, കിളി പോലെ ചാരത്തിപ്പോൾ ഒരു മുത്തിൻ ചാഞ്ചാട്ടം. മുത്തേ നിന്നെ കയ്യിൽ കോരി മാനത്തിൻ മണിമുറ്റത്ത് ഒരു സ്വർണ്ണ തേരോട്ടം, തേരോടും നേരം താഴെ ഒരു വർണ്ണ കൂടാരം. ആ കൂടാരത്തിൽ ഞാൻ കയറിയിരിക്കട്ടെ മമ്മി. ഊഞ്ഞാലും കൊണ്ടുവരുന്നു ഒരു തെക്കൻ സഞ്ചാരി, സഞ്ചാരം ചെയ്തു തരുന്നു ഒരു പുത്തൻ കുമാരി. ഊഞ്ഞാലും കൊണ്ടുവരുന്നു ഒരു തെക്കൻ സഞ്ചാരി, സഞ്ചാരം ചെയ്തു തരുന്നു ഒരു പുത്തൻ കുമാരി. പൂവിൽ മൂടും പൂവിൽ നിന്നെ ചൂടാൻ മമ്മി, ചൂടാൻ ഡാഡി. മാനത്തിൻ മണിമുറ്റത്ത് ഒരു സ്വർണ്ണ തേരോട്ടം, തേരോടും നേരം താഴെ ഒരു വർണ്ണ കൂടാരം. മാനത്തിൻ മണിമുറ്റത്ത് ഒരു സ്വർണ്ണ തേരോട്ടം, തേരോടും നേരം താഴെ ഒരു വർണ്ണ കൂടാരം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ഇവൻ
എന്താ ഉദ്ദേശം? അന്നായിരുന്നു ഞാൻ സുന്ദരമായ ഒരു സ്വപ്നം കാണുകയായിരുന്നു. നല്ലൊരു പെണ്ണ്. അയ്യോ, നീ അങ്ങനെ സൂഹിക്കണ്ട. അണ്ണാണോ അണ്ണോ, എന്തോന്നാടാ അമ്മ? അണ്ണനെ അന്വേഷിച്ച ഒരു പെണ്ണ് അപ്പുവിന്റെ ചായക്കടയിൽ വന്നിരിപ്പുണ്ട്. പെണ്ണോ? ആ, ആരെന്നാ അത്? കൊള്ളാവിടെ. എടാ, സാധനം ഇങ്ങോട്ട് തന്നെയാണോ? അതെ അണ്ണ, ഇങ്ങോട്ട് തന്നെ. വലച്ചോ? അങ്ങനെ ബന്ധമുള്ളവല്ലോ ആണോ? എടാ മഹാകവി, സത്യം പറഞ്ഞു. ഞാൻ അറിയാതെ നീ വലയിലാക്കിയ വല്ല. ചുമ്മാ അണ്ണ അണ്ണവനെ പുറത്താക്കി വാലടക്കി പോവാനല്ലേ പറഞ്ഞത്? പോയി തുറന്നു നോക്ക്. അണ്ണാ പെണ്ണായിരിക്കും. നീ പോയി നോക്കുന്നേ. വാ, നമുക്ക് പോയി നോക്കാം. വാ വാ. എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടോ? എന്നോടായിരിക്കാൻ വഴിയില്ല. അണ്ണനോടാണോ? എന്നോട് എന്ത് പറയാൻ? എനിക്കെത്ര ഏർപ്പാടൊന്നുമില്ല. അവനോട് വല്ലതും പറയാനായിട്ട് പറഞ്ഞിട്ട് പോകും. രണ്ടുപേരോടും കൂടി പറയാനുള്ളതാ. രണ്ടുപേരോടും കൂടിയോ? എന്താ കാര്യം? ഞാൻ കുറച്ച് തെക്കുള്ളതാ. അതിന് ഞങ്ങൾ എന്ത് വേണം? അല്ലേടാ? അതെ അതെ, ഞങ്ങളെന്ത് വേണം? എന്റെ ഭർത്താവിന് ജോലിയൊന്നുമില്ല. ഓ, ജോലി വാങ്ങിക്കൊടുക്കാനല്ലേ? ഞങ്ങളെ ഏതിനെ ജോലിയൊന്നുമില്ല, ചുമ്മാ തെക്കൂടെ നടക്കുക. അങ്ങനെ കൂലിപ്പണിയൊക്കെ ചെയ്യും. പക്ഷെ യൂണിയൻകാർ ജോലി കൊടുക്കത്തില്ല. വളരെ വിഷമത്തില്ല. നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലെങ്കിലും. അണ്ണാ, ഞങ്ങൾ പറഞ്ഞാൽ ജോലി കിട്ടുമോ? കിട്ടുമോ? കിട്ടും. എങ്കിലൊരു കാര്യം ചെയ്യും. നാളെ നിങ്ങൾ ഭർത്താവിനോട് ഇങ്ങോട്ട് വരാൻ പറ. എന്നാ ഞാൻ വരട്ടെ? അപ്പോഴേ ഭർത്താവിനോട് ചിലർ ആയുധങ്ങളൂടെ കരുതിക്കോളാൻ പറ. ഒന്നേ നിങ്ങളെ ഭർത്താവിന് പണി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി, അല്ലേ? പോകൂ. ഏതായാലും നേരം വെളുത്തുറന്ന് കിട്ടിയ പണി കൊള്ളാം. ആ, നടക്കട്ടെ. ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന പണി. കിളിക്കൊഞ്ചൽ ഗാനാമൃതം ഞാനൊന്നും അതെന്നും നിൻ സ്നേഹാമൃതം അച്ഛൻ്റെ ആരോ മലല്ലയോ നീ ഈ അമ്മതൻ ജീവന്റെ ജീവനല്ലേ നിൻ കാലടി പൂക്കൾ കാണുമ്പോഴമ്മയ്ക്ക് പൊന്നോണപ്പൂവിന്റെ ഓർമ്മയല്ലേ നിന്നിളം ചുണ്ടിലെ പുഞ്ചിരി ഞങ്ങൾക്ക് നിത്യവിഷുക്കണി കാഴ്ചയല്ലേ നിത്യവിഷുക്കണി കാഴ്ചയല്ലേ. എന്താ ഇത്ര വൈകിയത്? ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടിയോ? വന്നിട്ടില്ല. 2 ദിവസം കിട്ടും. പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ ഇന്ന് മോൻ തളർന്നു വീണു. ആ ക്ഷീണത്തിൽ തന്നെ കിടന്നൊന്ന് മയങ്ങാ. നാളെ ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യിക്കാം. ഒരു സമാധാനവും ഇല്ല. കിടക്കുന്നത് കണ്ടില്ലേ? എന്തൊരു ക്ഷീണവും തളർച്ചയും. ഒരു സാധനം കഴിച്ചിട്ടുമില്ല. ഓഹോ, നീയും തുടങ്ങിയോ? നീ ഇങ്ങനെ തുടങ്ങിയാൽ നിന്നെ ഏത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനാ? കുട്ടികൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. എനിക്ക് വിശക്കുന്നു. നീ പപ്പടോടുള്ള അടുത്ത് വയ്ക്കാൻ പറ. എങ്ങോട്ടാ? സാറുമാർ എങ്ങോട്ടാ? ലോഡറൊക്കെ ഞങ്ങളും അതിന് വന്നവരാ. ഇതമേ തൊട്ടാലുണ്ടല്ലോ. നീ എന്തോ ചെയ്യൂടാ? പിടിച്ചങ്ങ് മുട്ടിക്കളയോ? ഈ കോമ്പൗണ്ടിൽ ചുമടറക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. ഓ, ആരാണാവോ കൽപ്പിച്ച് തീട്ടൂലം തന്നിരിക്കുന്നത്? ഞങ്ങളുടെ മുതലാളിയും ഞങ്ങളുടെ യൂണിയനും. അങ്ങ് വീതിച്ചെടുത്തിരിക്കുമായിരിക്കും. എന്നാലേ ഞങ്ങളുടെ യൂണിയൻ ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരുന്ന എല്ലാ ജോലിയും ചെയ്തോളാം. മനസ്സിലായോ? വേലയെടുത്ത് തളമ്പിച്ച കൈയാണത്. മര്യാദക്ക് പോകുന്നതാ നല്ലത്. അണ്ണോ, മറ്റവനില്ല അല്ലേ?
എന്നാ പിടിച്ചോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ. ഞങ്ങളിവിടെ പണിയെടുക്കാൻ അവർ സമ്മതിക്കുന്നില്ലെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുള്ള ചില അംഗീകൃത നിയമങ്ങൾ. അതിന് ഞങ്ങൾ എന്താ വേണം? അതിനനുസരിച്ച് ഇവിടെ പണിയെടുപ്പിക്കൂ. എന്ത് നിയമമായാലും ശരി, ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യണം. അങ്ങനെ തന്നിഷ്ടം കാണിക്കാൻ തൊഴിലാളി വർഗം സമ്മതിക്കില്ല. ഞങ്ങളെന്താ മുതലാളിമാരാണ്? തൊഴിൽ ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് തന്റെയൊക്കെ നയം. ഏത് കാര്യത്തിനും അതിന്റേതായ ചില നടപടിക്രമങ്ങളില്ലേ? ഞങ്ങളുടെ പാർട്ടിയിലേയും തീരുമാനിച്ചിട്ടുള്ള നിങ്ങളുടെ കൊടിക്ക് സിന്ദാബാദ് വിളിക്കുന്നവർക്ക് ജോലി, 10 100 കൂലി. അതുകൊണ്ട് നിങ്ങൾക്ക് ദൂർത്തടിക്കാം. തൊഴിലാളിക്ക് അവന്റെ വിയർപ്പിന്റെ ഫലം അനുഭവിക്കാനുള്ള അവകാശമുണ്ട്. അതേടോ, ഈ നിൽക്കുന്ന അന്തോണി ഒരു തൊഴിലാളിയാ. അയാളും ഒരു യൂണിയന്റെ ആളാ. പക്ഷെ നിങ്ങൾ പണിയെടുപ്പിക്കത്തില്ല. അയാളുടെ വീട്ടിൽ പട്ടിണി കിടക്കട്ടെ, രോഗം വന്ന് മരിച്ചോട്ട്, നിങ്ങൾക്കെന്താ? നിങ്ങളുടെ തൊഴിലാളി പണിയെടുക്കണം, സൂക്ഷിക്കണം. നല്ല തൊഴിലാളി പ്രേമം അല്ലേ? അന്തോണി ഞങ്ങളുടെ ആളല്ല. എന്താണ് മിസ്റ്റർ ഞങ്ങളും നിങ്ങളും? ഈ വേർതിരിവാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. തൊഴിലാളി വർഗത്തെ പിടിച്ചാണിടുന്ന നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഇക്കാര്യം ഞാൻ പാർട്ടിയുടെ പരിഗണനയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ അന്തോണി ഇന്നു മുതൽ ഇവിടെ ജോലി ചെയ്യും. ഏതായാലും ഇന്നത്തേക്ക് അന്തോണിയും പണി ചെയ്യട്ടെ. ഇന്നല്ല, ആരോഗ്യമുള്ളിടത്തോളം കാലം അയാൾ ഇവിടെ ജോലി ചെയ്യും. തമ്മിത്തല്ലും വെട്ടും കുത്തും നടത്തിയിട്ട് എന്താ കാര്യം? താൻ പോയാൽ തന്റെ വീട്ടുകാർക്ക് പോയി. രക്തസാക്ഷിയായാൽ ഒരു മൗനജാതി ഹർത്താലും നടത്തിയേക്കും. ചത്തവന്റെ പെണ്ണും പിള്ളയും പിള്ളേരും പെരുവഴിയില്ല. ശരിയാ, വാ വാ, നമുക്കോരോ ചായ കുടിച്ച് പിരിയാം. നൊന്താളിയാ, ഈ തമ്മി സ്നേഹിക്കുമ്പോ അതിന്റെ സുഖം ഒന്ന് വേറെയാ. വാ തോണി, വാ വാ. നല്ല കുട്ടി, ഇതുകൂടെ കഴിക്കും മോനെ കുറച്ചുകൂടി. എന്റെ പൊന്നു മോനല്ലേ? വേണ്ട മമ്മി, എനിക്ക് കിടക്കണോ? ദാ ഇത് കണ്ടില്ലേ, ഒരു വക കഴിക്കുന്നില്ല. ആഹാരം കഴിക്കാഞ്ഞിട്ടോ എന്തോ വല്ലാത്ത ക്ഷീണമാ. എപ്പോഴും കിടക്കണമെന്നാ പറയുന്നത്. പണ്ണിന് കിടക്കണം ഡാഡി. വാ മോനെ. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോ? ഇന്ന് സൺഡേ അല്ലേ, ഡോക്ടർ വന്നിട്ടില്ല. എന്നാ വീട്ടിലേക്ക് വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. നിന്റെ പരിഭ്രമം കാണുമ്പോ ഞാനും ആകെ തളർന്നു പോകുന്നു. ഒന്ന് സമാധാനമായിരിക്കേ. ബ്ലഡ് റിസൾട്ട് കണ്ടിട്ടേ എന്തെങ്കിലും പറയാൻ കഴിയുന്നോ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് ആകെ ഭയം തോന്നുന്നു. നിന്റെ സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. നീ പോയി ഡ്രസ് എല്ലാം മാറ്റി.
ഇന്റർവ്യൂവിനെന്നും പറഞ്ഞ് ആ സുലുവിനെ ഇന്നലെ പോയതാ. ഇതിനു മുമ്പും ഇതുപോലെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. ആ തള്ള നെഞ്ചത്തടിയും നിലവിളിയും തന്നെ. ആ വരുന്നവനില്ലേ കൊച്ചപ്പൻ, അവൻ ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് ഇന്നലെ പോയത്. മോനെ, മധുരം കുറച്ചൊരു ചായ. എന്താ കൊച്ചപ്പണ്ണ ഈ വഴി? കൊച്ചപ്പന് കാലയിലല്ലേ മോനെ ചോറ്. എടോ, താൻ ഇന്നലെ ആ സുലോചന പെണ്ണിനെയും കൊണ്ട് ഇന്റർവ്യൂവിന് പോയിട്ട് അവളെവിടെ? ജോലി മേടിച്ചു കൊടുക്കുക എന്നല്ലാതെ അവിടുന്ന് വരുന്നോ പോകുന്നോ എന്ന് നോക്കാൻ കൊച്ചപ്പന് നേരമില്ല. അപ്പോ തനിക്കിതൊരു സ്ഥിരം പരിപാടിയാണല്ലേ? അങ്ങേരുടെ ജോലി തന്നെ ഇതാ. ഞാൻ എത്ര പെൺകൊച്ചങ്ങൾക്ക് ആ ജോലി മേടിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് അറിയാവോ? എന്തോ ജോലിക്കാ കൊണ്ടുപോന്നേ? അങ്ങനെ വല്ലതുണ്ടോ? നല്ല പ്രായത്തിൽ എന്ത് ജോലിയാ ചെയ്യാൻ വയ്യാത്തത്? രണ്ടായാലും കാശ് കിട്ടുന്ന പണിയാ. പിന്നെന്താ? അപ്പോ തന്റെ ബിസിനസ് മോശമല്ലല്ലോ. വയറ്റിട്ട് പല്ലേ കൊച്ചന്മാരെ. പെമ്പിള്ളേരെ കൊണ്ടുപോയി എന്നെ കൊല്ലല്ലേ മക്കളെ, എന്നെ കൊല്ലല്ലേ. എന്നെ സത്യം പറ, സുലോചന എവിടെ കൊണ്ടുപോയത്? നായർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ അപ്പോഴേക്കും പോന്നു. അണ്ണോ, അണ്ണാ അണ്ണാ അണ്ണാ, എന്താണ്? നമ്മുടെ സുലോചന സുലോചനയുടെ ശവം കടപ്പുറത്ത് കിടക്കുന്നു. അമ്മയാണ് ഇതിനൊക്കെ കാരണക്കാരി. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അവൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അമ്മ ശാസിക്കില്ല. നിനക്ക് അവളോടൊന്ന് പറഞ്ഞുകൂടെ? ഞാൻ പറയുന്നതും അമ്മ പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അവളെ കോളേജിൽ അയക്കുന്നത് കണ്ടവരുടെ കൂടെ അങ്ങും ഇങ്ങും അലഞ്ഞു നടക്കാനല്ല. അവളോട് ഇനി ഒന്നും പറയണ്ട, കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുക വേണ്ടത്. ഇനിയിപ്പോ ദേഷ്യപ്പെട്ടിട്ടൊന്നും പ്രയോജനമില്ല. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. എന്റെ മോളെ, എന്തൊരു ദുരിതങ്ങളൊക്കെയാണ്. ആ ദുഷ്ടൻ ഇതെങ്ങാനും അറിഞ്ഞാൽ അയാളുടെ മോനെ നമ്മൾ വശീകരിച്ചെടുത്തെന്നല്ലേ പറയൂ. അവനല്ലാതെ മറ്റാരെ വേണമെങ്കിലും അവൾ സ്നേഹിച്ചോട്ടെ, വിവാഹം നടത്തി കൊടുക്കാം. എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട. അവൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പഠിച്ചതൊക്കെ മതി, ഇനി വീട്ടിൽ നിന്നോട്ടെ. നീ ഹോസ്റ്റലിൽ നിന്ന് എപ്പോഴാ പോകുന്നത്? ഇന്നലെ ഉച്ചയ്ക്ക്. എന്റെ മുഖത്ത് നോക്കി പറയടി, നീ മെനഞ്ഞാൻ അവിടുന്ന് പോകുന്നതല്ലേ? ഇത് ആര് പറഞ്ഞമ്മേ? മെനഞ്ഞാൻ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. നിന്റെ ഒരു എക്സ്ട്രാ ക്ലാസ് അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മോളെ ഞാനീ പറയുന്നത്. ആ കൊച്ചനുമായുള്ള ബന്ധം നമുക്ക് വേണ്ട. ആരെ പറ്റിയാണ് അമ്മ പറയുന്നത്? ഇതാരാ? വേറെ ആരായിരുന്നാലും ഞാൻ സമ്മതിക്കുമായിരുന്നു. ആ കുടുംബവുമായുള്ള ബന്ധം നമുക്ക് പറ്റില്ല മോളെ. പ്രതാപ് നല്ലവനാണമ്മേ. അല്ല, ഒരിക്കലും അല്ല. പാമ്പിന്റെ കുഞ്ഞാണവൻ. അവൻ നിന്നെ ചതിക്കും. അമ്മ പറയുന്നത് കേൾക്കുമോളെ. ഇല്ലെങ്കിൽ അവന്റെ അച്ഛൻ നിന്റെ അമ്മയെയും ചേച്ചിയെയും നശിപ്പിക്കും. വിവാഹം, അതും അവളെ. നിനക്ക് നാണമില്ലേ ഇത് പറയാൻ? എടാ, എന്തും സാധിക്കാവുന്ന ഒരു അച്ഛന്റെ മകനാണ് നീ. ആ പെണ്ണേത്? ഏതാണ് അവളുടെ കുടുംബം? ആരാണ് അച്ഛൻ? ഇത് വല്ലതും നിനക്കറിയാം? സ്നേഹം, ചടലിലോ മാന്മാങ്കട്ടി. എടാ, ബന്ധങ്ങൾ എപ്പോഴും ഉയരങ്ങളുമായിട്ടായിരിക്കണം. നീ എന്നേക്കാൾ വലിയവനാകേണ്ടവനാണ്. അതിന് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് തടസ്സമാണോ അച്ഛൻ? തീർച്ചയായും. എല്ലാ പ്രതാപങ്ങളും ഉള്ള നിന്റെ അച്ഛന് അതിൽ കുറഞ്ഞ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നത് ഇഷ്ടമല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പ്രായത്തിൽ ഒരു പെണ്ണിനോട് തോന്നുന്ന വികാരത്തിന് കൗതുകം എന്നാണ് പേര്. കൗതുകത്തിന്റെ പേരിൽ ആരും ആരെയും വിവാഹം കഴിക്കരുത്, കഴിക്കാൻ പാടില്ല. നെവർ മൈൻഡ്. ഇനി നീ അവളെ കാണരുത്, ആ ബന്ധം തുടരുകയും ചെയ്യരുത്. അച്ഛാ, നോ നോ, എനിക്കൊന്നും കേൾക്കണ്ട. സാർ, നമ്മുടെ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ചീഫ് എഞ്ചിനീയർ MLA കാണും. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. പിന്നെ ആ അമ്മുവിന്റെ അനിയത്തി മാധവിയെ കൂടി കൂട്ടിക്കോ. ഏടത്തി എതിർത്തേക്കും, അത്ര കാര്യാക്കണ്ട. ശരി സാർ. എന്താ പറ്റിയത്?
അന്ന് ഇന്റർവ്യൂവിന് വന്ന പെൺകുട്ടിയുടെ മരണത്തെ കുറിച്ച് പുതിയ DIG അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ചെറുപ്പത്തിന്റെ ആവേശം. സാരല്ല, കൂടുതൽ അന്വേഷിച്ചാൽ അവൻ യൂണിഫോം അഴിച്ചു വെച്ച് വീട്ടിലിരിക്കും. എന്റെ അനിയത്തിക്ക് ആ കമ്പനി ജോലി വേണ്ട. നായർ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി വേണ്ടെന്ന് ആരെങ്കിലും പറയോ പെങ്ങളെ? അവിടുത്തെ ജോലി എന്താണെന്ന് എനിക്കറിയാം. ചെന്ന് പറ മാധവി അമ്മുവിന്റെ അനിയത്തിയാണെന്ന്. നായർ അദ്ദേഹത്തിന് നല്ലപോലെ മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, മാധവിയെ കൊണ്ട് ചെന്നേ പറ്റൂ. കമ്പനി ജോലിക്ക് എന്നില്ലെങ്കിൽ കൊണ്ടുപോകും അത്രേ. എന്താ ചേച്ചി, നീ അകത്ത് പോ. ബഹളം വെച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ അവളെയും കൊണ്ടേ പോവും. നിന്നെയൊക്കെ എറിഞ്ഞു വിട്ടടാ, ഞാൻ മറിയടാ. എന്നാലും അതൊന്ന് കാണാനോ? ഇതൊന്നും ഒന്ന് വെള്ളരിക്കാൻ പറ്റണോ? പെണ്ണുങ്ങൾക്ക് ജോലി കൊടുത്തേ അടങ്ങും നായരത്തെ. എടാ, ഞങ്ങൾ കുറച്ച് ആണുങ്ങൾ വില കറങ്ങി നടപ്പുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ പറ. ഇരിക്കട്ടെ. മാധവിയെ കൊണ്ടുവന്നോ അതോ ഞങ്ങൾ വന്നാ മതിയോ? അതോ സ്വന്തം പരിരക്ഷിക്കാൻ നോക്കുന്നു? നിന്നെയൊക്കെ കണ്ടോളാ. അത് പിന്നത്തേക്ക് വയ്ക്കണ്ട. അപ്പപ്പ കണക്ക് തീർത്താൽ മനസ്സിനൊരു സമാധാനം കിട്ടും, അല്ലേ അണ്ണാ? പോടാ അവിടുന്ന്. അകത്ത് പോ. എന്റെ മകന്റെ ജീവിതം നശിപ്പിച്ചു വളർന്നു. 15 സെന്റ് സ്ഥലവും 10 പവനും കിട്ടേണ്ടതാ, അത് ഇല്ലാതാക്കി വളർന്നു. എനിക്ക് വേറെ ആരുമില്ല അമ്മേ, പോകാനൊരിടവും ഇല്ല. നിന്നെ അയക്കുന്ന സ്ഥലം എനിക്കറിയാവടി. മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ വെറുതെ കയറി വന്നോളൊന്നുമല്ല, ഞാൻ പോവില്ല. ഒറ്റക്കയോടി നിന്നെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. നമ്മുടെ സുലോചനയുടെ കേസ് പുതിയ DIG വീണ്ടും അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അണ്ണൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? DIG അല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാലും ആ നായരുടെ പോക്കറ്റിൽ. അയാൾ അത്തരക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വരട്ടെ, നമുക്ക് കാണാം. അണ്ണാ അണ്ണാ, എന്താടാ ഗീത ചേച്ചി ആ തള്ള. നീ എന്താടാ ഈ പറയുന്ന ചെറുക്ക? ഗീത ചേച്ചി മരിച്ചു കിടക്കുന്നു. അണ്ണാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അയ്യോ എന്റെ മോളെ, അയ്യോ എന്റെ മോളെ, എന്റെ പൊന്നു മോളെ. അയ്യോ, ഈ തള്ള വെറുതെ വച്ച് വയ്ക്കുന്നതാ. ഇവര് മണ്ണെണ്ണ എടുത്ത് വയ്ക്കുന്ന ഞാൻ കണ്ടതാ. എടാ, നിന്റെ ഒരു കൊലനാക്ക് പച്ചവെള്ളത്തിന് തീ പിടിക്കുന്നോടാ പറയാനടാ. എന്റെ മോളെ. വാണ, പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിക്കാം. എന്റെ മോളെ. നടക്കത്തുള്ളൂ. എടാ ചക്കരക്കുട്ട, എവിടം വരെ പോണം? ഈ അവിടം വരെ പോവെന്ന് അറിയത്തില്ല. അയ്യോ അയ്യോ, എന്താ മോനെ ഇത്? എന്തായി കാണിക്കുന്നത്? താഴോട്ടിറങ്ങ്. നിനക്ക് കളിക്കാൻ സൈക്കിളില്ലേ, അതെടുത്ത് കളിച്ചൂടെ? നീ എഴുതേട്ടെ. ഇങ്ങനെയായ ഈ പപ്പൻ ചത്തുപോയെന്റെ പൊന്നുപോയെ. ആ മതി മതി, താഴോട്ടിറങ്ങ്. ഇറങ്ങ, നീ അടി വാങ്ങിക്കും. വേണ്ട വേണ്ട, അടിക്കൊന്നും വേണ്ട. വാമനെ ഓ വന്നല്ലോ. ഈ ഡാഡി അവനെ ചീത്തയാക്കുന്നത്. ആരും പേടിയില്ലാതെ ഇങ്ങനെ വളർന്നാലോ? ഞാൻ പറഞ്ഞ ഒട്ടും അനുസരിക്കില്ല. ഡാഡി ആണെങ്കിൽ ഇവനെ തോളി എടുത്തു വെച്ചോണ്ട് പുന്നായിരിക്കും. ഡാഡി, എനിക്കൊരു ആനയെ വേണം, ജീവനുള്ള ആന. വാങ്ങിത്തരാം മോനെ. വലിയ ധൈര്യശാലി തന്നെ. പപ്പന്റെ പുറത്ത് കയറി വീര്യം കാണിക്കാൻ മാത്രം അറിയാം. നോക്കിക്കോ, ഞാൻ ആകാശത്തോടെ പ്ലെയിൻ ഓടിക്കൂ, ഇല്ലേ ഡാഡി? പിന്നെ പിന്നെ ഓടിക്കും. എനിക്ക് പൈലറ്റ് ആയാൽ മതി. വിമാനത്തിൽ വീടിന് മോളിൽ വന്നിറങ്ങും. അപ്പൊ മമ്മി പറയൂ, മമ്മി അവിടെ കയറ്റാം. മോൻ കേട്ടില്ല. തലയും കുത്തി താഴെ വീഴുകയും ചെയ്യും. ഇത് കണ്ടു ഡാഡി കളിയാക്കുന്നു. നോക്കിക്കോ, മോൻ മമ്മിയെ പ്ലെയിനിൽ കയറ്റി ആകാശത്തിന്റെ അറ്റത്ത് കൊണ്ടു. അപ്പൊ മമ്മി പേടിച്ച് കരയും, അല്ലേ ഡാഡി? മതി മതി പുന്നാരം, ഓഫീസിൽ പോണ്ടേ? ഇല്ല, ഇന്ന് പോകുന്നില്ല. അത് കൊള്ളാം. മോനൊരു തലയിറക്കം വന്നതിനാ ഇങ്ങനെ കാവലും. കുറച്ച് ദിവസം ആയല്ലോ ഓഫീസിൽ പോയിട്ട്. ലീവുണ്ടല്ലോ, അതുപോലെ തീരട്ടെ. എന്ത് വേണമെങ്കിൽ ആയിക്കോ. പക്ഷെ ഇവനെ എങ്ങനെ കൊഞ്ചിച്ചാ വഷളാവും പറഞ്ഞേക്കാം. കണ്ണൻ ഏത് നിമിഷത്തിലും നമുക്ക് നഷ്ടമാകാം. എപ്പോ എവിടെ വെച്ച് ആർക്കും അത് പ്രവചിക്കാനാവില്ല.
കൂടിയാൽ ഒരു 2 മാസം. ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ കുറച്ച് വായിച്ചിരുന്നു പോയി. വന്ന് കിടക്ക്. നേരെ ഒരുപാടായും തോന്നുന്നു. ഡാഡിയും നിന്റെ പാവം മമ്മിയെയും തനിയാക്കിയിട്ട് നീ മാത്രം പോകാനോ? നീ പോയിട്ട് ഡാഡി തനിയെ ഇവിടെ കഴിയാനോ? നിന്നെ ഡാഡി വിടൂല്ല പോനെ, ഒരിക്കലും ഒരിക്കലും. മോന്റെ ഒരു പട്ടിയും പൂച്ചയും എനിക്ക് അവിടെ ജോലിയുണ്ട്. ഒന്ന് കാണിക്കും പപ്പ. ഇതുകൂടെ കാണിക്കത്തുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ പോവും. ആ പട്ടി പപ്പ, അകത്ത് താങ്കൾക്ക് ഒരു പണിയില്ലേ? ഇവൻ പറയുന്ന ഇങ്ങനെ കേട്ടോണ്ടിരുന്നാ മതിയോ? ഞാൻ എന്ത് ചെയ്യാന്? മോൻ വിടണ്ടേ? ആ ചെല്ലുകേല്. എന്താ മോനെ ഇത്? രാവിലെ തൊട്ട് ഒരു വക കഴിക്കുന്നില്ല. എപ്പോ നോക്കിയാലും കളി തന്നെ കളി. ചെല്ല്. അകത്തേക്ക് ചെല്ലാനാ പറഞ്ഞത്. ആ തീർച്ചു കൂടുന്നുണ്ടല്ലോ. മമ്മി മോനെ, അയ്യോ എന്തൊരു ചൂടായത് മോനെ. എന്തോ എന്റെ ഫോൺ എന്ത് പറ്റും മോനെ? എന്ത് പറ്റും? ഹലോ ഹലോ, ഡോക്ടറല്ലേ? അതെ. ആ ഞാനിത് എത്തിക്കഴിഞ്ഞു. ഞാനിതാ വരുന്നു. ആ സാറിന് പെട്ടെന്ന് വാ. ഡോക്ടർ, എന്റെ മോൻ എന്ത് പറ്റി? എന്ത് പറ്റി ഡോക്ടർ? സമാധാനമായിരിക്കും, ഞാൻ നോക്കട്ടെ.
ഇത് കേട്ടപ്പോ ഞാനാകെ സ്തംഭിച്ചുപോയി. നിങ്ങൾ കോൺഫറൻസിന് പോയിട്ട് തിരിച്ചു വന്നില്ലെന്നായിരുന്നു എന്റെ ധാരണ. കുഞ്ഞിന്റെ ആനക്കുട്ടി ആയിരുന്നു സാറേ ഈ പപ്പൻ. പപ്പനകത്ത് പോവും. എല്ലാം സഹിക്കാം. അപർണയുടെ കാര്യമാണ്. അന്നു മുതൽ വെള്ളം കുടിക്കുന്നത് പോലും നിർബന്ധിച്ചിട്ടാണ്. ചിലപ്പോ ആരെയും ഓർമ്മയില്ല. ആ സമയം ഭ്രാന്ത് പോലെയാണ്. നിലത്ത് വെക്കാതെ കൊണ്ടു നടന്നതല്ലേ. ആണുങ്ങളുടെ കാര്യം ഓട്ടെന്ന് വെക്കാം. അമ്മയും മകനും കൂടി മിക്കപ്പോഴും ആ വഴിക്ക് പോകും. എനിക്ക് പോലും മറക്കാൻ കഴിയുന്നില്ല. ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. വരട്ടെ. ശരി. കൊഞ്ചൽ ഗാനാമൃതം ഞാനൊന്നുന്നതെന്നും നിൻ സ്നേഹാമൃതം അച്ഛൻ്റെ ആരോ മലല്ലയോ നീ ഈ അമ്മതൻ ജീവന്റെ ജീവനല്ലേ നിൻ കാലടി പൂക്കൾ കാണുമ്പോഴമ്മയ്ക്ക് പൊന്നോളപ്പൂവിന്റെ ഓർമ്മയല്ലേ നിന്നിളം ചുണ്ടിലെ പുഞ്ചിരി ഞങ്ങൾക്ക് നിത്യവിഷുക്കണി കാഴ്ചയല്ലേ നിത്യവിഷുക്കണി കാഴ്ചയല്ലേ നീ ഓഫീസിൽ പോടാ. ഇനി താമസിച്ചു വരുമോ? അവളെ കണ്ടാ ചിരിക്കോടാ. മിണ്ടി പോരുത്. ചൂടുവപ്പൊടിയുണ്ടോ? ഞാൻ തിന്നെ. അപ്പണ്ടേ എന്താ ഇത്? സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ പോകുന്നില്ലെന്ന് അനുസരണയില്ലാത്ത രണ്ടെണ്ണം കൊടുക്ക. അപ്പോഴേ അടങ്ങൂ. നല്ലപോലെ അടിക്കുവനെ. സാറ് വന്നില്ലായിരുന്നു എന്നെ തല്ലിക്കൊന്നേന്. സാരമല്ല. എന്റെ സാറേ, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ മേല. ഇനി ഞാൻ ഇവിടെ നിന്ന് സാറ് വരുമ്പോ എന്റെ ശവയെ കാണത്തുള്ളൂ. അടിക്കാൻ വരുമ്പോ നീ ഓടിയിരിക്കണം. നിനക്കെല്ലാം അറിയില്ലേ? ഈ ശേലായി ഓടിപ്പിളേ വലിയ ഉണ്ടക്കല്ലെടുത്തല്ലേ ഏറെ. ഒരു കല്ല് എന്റെ നെഞ്ചത്ത് കൊണ്ടില്ലാതെ അങ്ങ് പോയി. ശരി ശരി. ഹലോ ഹലോ, നിക്കണം. ആരെ കാണാനാ? നിക്കാന്നേ ചോദിക്കട്ടെ. ഡോക്ടർ പ്രകാശ് കാണാനാ? അതെ. അകത്തുണ്ട്. എന്തിനാ? പെണ്ണിന്റെ കാര്യമാ? അതെ. അടുത്തു 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 അടുത്തു. എങ്ങനെയാ? നല്ല കുട്ടിയാ? അതെ, സുന്ദരി കുട്ടി. എന്നെക്കാൾ സുന്ദരിയാണോ? എത്രയില്ല. നിറയെ മുടിയുണ്ടോ? ഓ, അഴിച്ചിട്ടാൽ നിലത്ത് വീഴും. തിരുപ്പൻ തിരുപ്പൻ. മനസ്സിലായോ എന്തിനാണെന്ന്? മനസ്സിലായി. ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ ഉയരങ്ങളുമായിട്ട് ബന്ധപ്പെടാവൂ എന്നല്ലേ അച്ഛൻ ഉപദേശിച്ചത്? രജനി ഞാൻ സ്നേഹിക്കരുത്. പേര് കേട്ട കുടുംബമല്ല. അവിടെ ചേച്ചിയെ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നതിൽ കുറച്ചിലൊന്നും ഇല്ല അല്ലേ? പ്രതാപ്, എന്റെ തീരുമാനങ്ങളെ നടക്കും. ആകട്ടെ, അച്ഛന്റെ തീരുമാനങ്ങൾ ഉറച്ചതാണെങ്കിൽ
ആ അച്ഛന്റെ മകനും ചില തീരുമാനങ്ങളുണ്ട്. അതും ഉറച്ചു തന്നെയായിരിക്കും. വാസു സർ, ആ പെണ്ണില്ലേ ലക്ഷ്മിയുടെ മകൾ, അവളെ കഴിയുന്നതിന്റെയൊക്കെ പ്രതാപനിൽ അകറ്റണം. അത് ഞാൻ ഏറ്റു. പറഞ്ഞ മനസ്സിലായില്ലേ? അവൾ ജീവനോടിരുന്നാൽ ഇവിടെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ശരി. അല്ലേ എങ്ങോട്ടാ? നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ കയറുന്നത് പോലെ. ഓഹോ, കുടുംബ വഴക്ക ചെല്ലു മകളെ. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ചില്ലറ കശപിശയും വഴക്കും ഒക്കെ ഉണ്ടാകാറുള്ളതല്ലേ? അതല്ലേ അതിന്റെ ഒരു 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 രസം. അണ്ടോ, ഇത് കുടുംബ വഴക്കല്ല, ഒന്നിൽ കൂടുതൽ ആളുണ്ട്. എങ്ങോട്ടാ? ഇവളെ ഇങ്ങ് കൊണ്ടുപോണം. കൊച്ചേ, നീ എന്ത് പറയുന്നു? പോകുന്നെങ്കിൽ പൊയ്ക്കും. അയ്യോ, അവരെന്റെ ആരുമില്ല. അപ്പടിയാ വിഷയം. അല്ല, ഇവളെ കൊണ്ടുപോകണോ നിർബന്ധമാണോ? അല്ല, ആണോന്ന്? അതെ, നിർബന്ധമാണ്. അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാതടാ. നീ ചുമ്മാ പിടിച്ചോണ്ടോ? നില്ലളിയാ. അണ്ണോ, ഇത് വേണം. ഓ, ഇതിനിതില്ലാതെയും പെരുമാറാം. ഇറങ്ങണ പുറത്ത്. മനസ്സിലെങ്കിലും. മനസ്സില്ലേ? നിനക്ക് ചോദിക്കാനും പറയാനും ആരില്ലടി വച്ചേ? എവിടെയാണ് ഈ ക്യാമ്പ്? ആ വാട്ടർ ടാങ്കിന്റെ അടുത്ത വീട്. ഏതായാലും ഓടിക്കേറിയ സ്ഥലം ഇതായത് കൊള്ളാം. വാ, വീട്ടിൽ കൊണ്ടാക്കാം. അടോ,
നേരം വെളുത്തിട്ട് കൊണ്ടുപോയിട്ടാ പോരെയാണ്. നിന്നെ നോക്കി ഉറക്കവിളക്ക് എനിക്ക് വയ്യ. അല്ല വഴിക്കവന്മാര് കാത്തു നിന്നാലോ എന്ന് വെച്ച് മറ്റേ പേടിയാണെങ്കിൽ നീ വരണ്ട. പാടി വേണേ വാ. അനോ അനോ ഒറ്റ പോലാണോ ഞാനും അനോ. നിന്നെ ഇങ്ങനെ താൻ തോന്നിയായിട്ട് വിട്ടാൽ അപകടമാ. അമ്മേ, ഇവളെ ഇനി പുറത്തേക്ക് വിടാൻ പാടില്ല. ഞാൻ കൊള്ളാവുന്ന ഒരുത്തിനെ സ്നേഹിക്കുന്നതിന് ചേച്ചിക്കെന്ന് എത്ര കണ്ണുപിടി. അവനുമായുള്ള ബന്ധം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം നോക്കുന്ന എന്തിനാ? സ്നേഹിക്കുന്ന എന്റെ സ്വന്തം കാര്യമില്ലേ? സ്വന്തം കാര്യമോ? എടി, എനിക്ക് സ്നേഹിക്കാനും ഓടിപ്പോകാനും ആളില്ലാഞ്ഞിട്ടല്ല, നിന്നെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന് കരുതിയിട്ടാണ്. ഞാൻ ആവശ്യപ്പെട്ടോ എന്നെ പഠിപ്പിക്കാൻ? എടി, നിന്റെ സംസാരം കുറെ കൂടിപ്പോന്നുണ്ട്. ഇവിടെ നിന്റെ മൂത്തതാ. ഈ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും വഹിക്കുന്ന എവിടെ അഭിപ്രായം നോക്കേണ്ടി വരും. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് വെച്ചിരിക്കുന്ന കാര്യം. പ്രതാപന് ഞാൻ കല്യാണം കഴിച്ചാൽ അത് നടക്കില്ല, അല്ലേ? എന്താടി നീ പറഞ്ഞത്? അത് തന്നെ, പ്രതാപന്റെ അച്ഛനെ കൊണ്ട് ചേച്ചിയെ കല്യാണം കഴിപ്പിക്കാൻ. എടീ, നീ അത്രയ്ക്കൊക്കെ പറയാറായോ? നിന്റെ നാളെ ഞാൻ പിടിച്ചെടുക്കും. അടിച്ചാലും കൊന്നാലും ശരി. ഞാൻ പോയിക്കൊള്ളാം. എന്നെ കൊണ്ട് ആരും വിഷമിക്കണ്ട. ചക്കര വിട്ടാ എന്റെ പൊന്നു മക്കളെ, കളിക്കും മക്കളെ. ആ നല്ല കുട്ടി. കുറച്ചുകൂടി കഴിക്കും മോനെ, മമ്മി കരയും. ആ കണ്ടിട്ട് വന്ന പന്തിയല്ലെന്ന് തോന്നുന്നു. ചികിത്സിക്കാൻ കൊണ്ടുവന്നായിരിക്കും. അയ്യോ, ഭ്രാന്ത് ചികിത്സിക്കുന്ന ഡോക്ടർ. അന്നോ ഇവനെന്താ കഥകളുദ്രയാണോ കാണിക്കുന്നത്? ഇവന് ഏതോ ഉപദ്രവമുണ്ട്. അദ്ദേഹം ഉണ്ടോ? ദേ, ഒരെണ്ണത്തിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. എന്താ പോകാനാ പറഞ്ഞു? ഉള്ളെന്നാ തോന്നുന്നു. അല്ലോ, ഇത് ആള് ഉപദ്രവമുള്ള സൈസാണെന്ന് തോന്നുന്നു. സംസാരിച്ചു തരാം കേട്ടോ. എന്റെ മോനെ നല്ല ഉന്നോ. ശരിയാ, നല്ല ഉന്നൻ. ദേ, ആ പാത്രത്തിരിക്കുന്നിടത്ത് എറി. എന്താ ഇത്? വീട്ടിൽ വരുന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഭ്രാന്താണ്, മൂന്നിനും വട്ട. ഇത് കണ്ടില്ലേ? സാരമില്ല, അവരറിയാതെ വന്നതല്ലേ. ആണല്ലേ? അയ്യോ, അപ്പൊ അവർക്ക് കാപ്പി കൊടുക്കണ്ടേ? കാപ്പി തരാം കേട്ടാ. അണ്ണ മോനെ, ചേട്ടാ ചേട്ടാ, ഒരു മുട്ടയുള്ള അതുകൂടെ അങ്ങ് എറിഞ്ഞോട്ടെ. ക്ഷമിക്കണം, അവൾക്ക് അല്പം ഒരു ഡോക്ടറെ ഒന്ന് കാണാൻ വന്നാ. അങ്ങോട്ടിരിക്കാമല്ലോ. ഓ, ഞങ്ങളിവിടെ നിന്നോളാം. അതെ, ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഇവരെ കണ്ടില്ലേ? ദിവസം ചെല്ലും തോറും മെലിഞ്ഞു വരുന്നു. പണ്ട് ആന പോലിരുന്ന എന്റെ ഭാര്യയ്ക്കാണ് ഇപ്പൊ എന്റെ കണ്ടേ കൂടെ. സോറി, ഞാൻ അങ്ങനത്തെ ഡോക്ടറല്ല. വാതൊക്കെ ബോർഡ് ഇരിപ്പുണ്ടല്ലോ. എനിക്ക് സയൻസിൽ ഡോക്ടറേറ്റ് ഉണ്ട്. അയ്യോ, അങ്ങനെയും ഡോക്ടർമാരുണ്ടോ? ക്ഷമിക്കണം സാർ, വേറെ ഡോക്ടർമാരാര്? കുറച്ച് വടക്കൂട്ട് പോയാൽ മതി. അത് മൃഗഡോക്ടറല്ലേ? അതിന് തൊട്ടടുത്ത്. എന്നാ ഞങ്ങൾ വരട്ടെ. ഇവനെ മൃഗഡോക്ടറെ കാണിച്ചാലും മതി. അതെ, നടക്ക്. കാപ്പി കിട്ടിയില്ലായിരുന്നില്ല അണ്ണ. പിടിച്ച ഓടി പോകും. അപ്പോ പുതിയ ഡിവൈസി
എന്നോട് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഇതൊരു മത്സരമായി കാണണ്ട, വഴി ഞാനുണ്ടാക്കിക്കോളാം. ഇവിടെ ഇന്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് എന്റെ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് എന്നോട് പകവെട്ടി. ഇപ്പോ ചേരിയിലെ ഒരു തീവടിശ്ശിയുടെ അനിയത്തിയെ കാണാതായതിന് എന്റെ ആളെ കസ്റ്റഡിയിലെടുത്ത് എന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ശവത്തിനരികിൽ വാസുവിന്റെ കർച്ചീഫ് കണ്ടു. പിന്നെ ചേരി നിവാസികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അയാൾ അറസ്റ്റ് ചെയ്യുന്നു മാത്രം. അപ്പോ ഞാൻ ഇറങ്ങുന്നു. ചെയ്യും. എന്താ ആകെ കുഴപ്പമായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത ആ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കുറെ കുട്ടികൾ മരിച്ചു, പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും താൻ കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് നോക്കട്ടെ. ആശുപത്രി മുഴുവൻ കുട്ടികളാണ്, ആകെ കുഴപ്പമാകും. അതിന് താൻ എന്തിനെങ്കിലും വിപ്ലവം കാണിക്കുന്നത്? ലക്ഷങ്ങൾ എറിഞ്ഞ് നേതാക്കന്മാരെ കൂടെ നിർത്തിയിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങൾ സഹായിക്കാൻ വേണ്ടിയാണ്. ഹലോ, എനിക്ക് മിസ് മാത്യൂസിനെ ഒന്ന് കാണണം. എന്തിന്? സ്കൂൾ കെട്ടിടം തകർന്നു വീണ് കുറെ കുട്ടികൾ മരിച്ച കാര്യം മിസ്റ്റർ നായർ അറിഞ്ഞിരിക്കുമല്ലോ. മാത്യൂസ് അല്ലേ അതിന്റെ കോൺട്രാക്ടർ? ഇതാ മാത്യൂസിന് വേണ്ടി കോടതി നൽകിയ മുൻകൂർ ജാമ്യം. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല സർ. ശരി. ഇന്ന് വരെ ആരുടെ മുമ്പിലും തോറ്റുകൊടുത്ത പാരമ്പര്യം എനിക്കില്ല. തോൽവിയുടെയും ജയത്തിന്റെയും പ്രശ്നമല്ലത്. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് ജനങ്ങളോട് ചില കടപ്പാടുകളുണ്ട്. അതെനിക്ക് മറക്കാനൊക്കില്ല. പലതും നേടാനുള്ള ഈ ജീവിതം ചെറുപ്പത്തിന്റെ ബുദ്ധിമോശം കൊണ്ട് പാഴാക്കി കളയരുത്. മിസ്റ്റർ നായർ, ഈ കാക്കിയുടുപ്പിന്റെയും തൊപ്പിയുടെയും മാന്യത കാത്തു സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ പലരും തൊപ്പി ഊരിവെച്ച് വീട്ടിൽ പോയിരുന്നിട്ടുണ്ട്. അങ്ങനെ പോകേണ്ടി വന്നാൽ കുറ്റവാളികളുടെ കൈക്ക് വിലങ്ങ് വെച്ചിട്ടേ ഞാൻ പോകും. കാണാം. ഇനി കാണുന്നത് കാണേണ്ട രീതിയിൽ തന്നെ ആയിരിക്കും. ബൈ. മാത്യു, മന്ത്രിയുടെ പേര് ഫോണിൽ കിട്ടുമോ നോക്ക്. ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ. ഓക്കെ സർ. അപർണയുടെ നില ഇതേ രീതിയിൽ തുടർന്നാൽ ഞാൻ തകർന്നു പോകും ഡോക്ടർ. മിസ്റ്റർ പ്രകാശ്, അല്പം കൂടി മനധൈര്യം കാണിക്കൂ. മകന്റെ പെട്ടെന്നുള്ള വേർപാടുണ്ടാക്കിയ ഷോക്കാണ് അപർണയുടെ മനസ്സിന്റെ സമനില തെറ്റിച്ചത്. അവൾക്കിതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവില്ലേ ഡോക്ടർ? കുറച്ച് സമയമെടുക്കും മിസ്റ്റർ പ്രകാശ്. മകനെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന അവർക്ക് കാണുന്നതെന്തും മകനാണെന്ന് തോന്നും. അതിനെ വാത്സല്യപൂർവ്വം താലോലിക്കും, ശുശ്രൂഷിക്കും. അവരുടെ ചേഷ്ടകൾക്കൊന്നും നിങ്ങൾ തടസ്സം നിൽക്കരുത്. നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കൂടി കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം. സമാധാനമായിട്ട് പോകൂ പ്രകാശ്. ശരി ഡോക്ടർ. ഓക്കെ. കരയിലേക്കണ്ണാ, അമ്മ ഇപ്പൊ പൊട്ട് വിട്ട് തരാം കേട്ടോ. ആ, നല്ല പൊട്ട് വിട്ട് തരാം.
മൈ എഴുതിത്തരാം, പിരി എഴുതിത്തരാം. അനങ്ങല്ലേ, അനങ്ങരുത് കേട്ടോ, അനങ്ങരുത് കേട്ടോ. യോ പൗഡർ അടിച്ചു തരാം, കരയല്ലേ. ഇല്ല കേട്ടോ, നിക്ക് നിക്ക് നിക്കേ. അയ്യോ, ആരുടെയും കണ്ണു നാക്ക എന്റെ കണ്ണിന് കൊള്ളല്ലേ. ഇപ്പൊ കുറച്ചുകൂടി പൗഡർ ഇട്ടുതരാ. കണ്ണടിച്ചു ഉറങ്ങിക്കോ, അമ്മ പാട്ട് പാടിത്തരാം കേട്ടോ. ബാബു ബാബു. അയ്യോ അയ്യോ, ഇല്ല കേട്ടോ, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. നല്ല ഭംഗിയായിരിക്കണം കേട്ടോ. ചേച്ചിയമ്മ ഒന്ന് താഴെ കാത്തിരിക്കുന്നു. ഇരിക്കണ്ട, പൊക്കണം പറ. ഇത് കണ്ടില്ലേ, ഞാനിപ്പോ എല്ലാം മറിച്ചു കൊടുത്താണ്, എല്ലാം പാഴാക്കി കളഞ്ഞു. നീ ആരാണ് നീ? ഇരിക്കാനാ പറഞ്ഞത്. എന്നെ വിളിക്കാ, അങ്ങനെ കൊണ്ടുപോവോ ഇനി? കാപ്പി കൊണ്ടുവരട്ടെ. ഇനി ഞാൻ പൊക്കോട്ടെ. ചേച്ചി വന്നിട്ട് വളരെ നേരമായോ? ഇങ്ങനെ ചുട്ടിയും കുത്തി നടക്കാൻ പ്രകാശന് നാണമില്ലേ? എന്താ ചേച്ചി ചേട്ടൻ വരാതിരുന്നത്? കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ? ഇനിയിപ്പോ കുട്ടികളെ കൊണ്ടുവരാത്ത കുഴപ്പമേ ഉള്ളൂ. അവരോട് വന്നാൽ അവരോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് ദൈവത്തിന് മാത്രമല്ലേ അറിയൂ. വിധി എന്നല്ലാതെ എന്തു പറയാനാ? വിധിയെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യൻ വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്ത വിധിയുണ്ടോ? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എത്ര തവണ പറഞ്ഞു വേറൊരു വിവാഹം കഴിക്കാൻ? അപർണയുടെ മുമ്പിൽ ഞാൻ വേറൊരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? ഞാൻ ഓർക്കുന്നത് നിന്നെ പറ്റിയാണ്, ഇനിയുള്ള നിന്റെ ജീവിതത്തെ പറ്റി. ഈ കുടുംബം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ചേച്ചി പറയുന്നത് എനിക്ക് മറ്റൊരുത്തിൽ ജനിക്കുന്ന കുഞ്ഞിലൂടെ ഈ കുടുംബം നിലനിൽക്കണമെന്ന് അല്ലേ? അതെ. അങ്ങനെ കുടുംബം നിലനിർത്താൻ എനിക്ക് ആഗ്രഹമില്ല. ഈ തറവാട് നിലനിന്നാലേ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ കയറി വരാൻ കഴിയൂ. ഞാൻ നിസ്സഹായനാണ് ചേച്ചി. എന്റെ കുഞ്ഞിന്റെ മരണമുണ്ടാക്കിയ ഷോക്കാണ് അവളെ ഈ നിലയിലെത്തിച്ചത്. കണ്ണിന് ഓർമ്മ വരുമ്പോ കാണുന്നതെല്ലാം അവൾക്ക് അവനാണെന്ന് തോന്നുന്നു. കുഞ്ഞിനെ പോലെ അവൾ താലോലിക്കും. അതിനെല്ലാം നിന്നുകൊടുത്ത് സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. ചേച്ചി ഒരു സ്ത്രീയല്ലേ? ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? അവൾക്ക് സുബോധം വരുമ്പോ അവളുടെ അരികിൽ ഞാനില്ലെങ്കിൽ അവളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ ഭ്രാന്തി അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഈ വേറെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? ചേച്ചി അവനെ എങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൾ കാട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ പിന്നെ എന്തോന്നാ വിളിക്കുക? പറയുന്നതനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹോദരി ഉണ്ടെന്ന് നീ വിചാരിക്കണ്ട. കണ്ണാ, കണ്ണാ, വാ കണ്ണാ, വാ കണ്ണാ. കണ്ണന് കാപ്പി കുടിക്കണ്ടേ? അമ്മയ്ക്ക് വിശക്കുന്നു. എനിക്കും വിശക്കുന്നു. വാ കാപ്പി കുടി. വാ നമുക്ക് കഴിക്കാം. അയ്യോ, അങ്ങനൊന്നും വേണ്ട. പിന്നെ അല്ലാതെ ഞാൻ പറയുന്ന കേൾക്ക്, നമുക്ക് ആരും അറിയാതെ കാര്യം സാധിക്കാം. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതല്ലേ? എന്റെ ചേച്ചി അറിഞ്ഞ എന്നെ കൊല്ലും. കൊല്ലാതിരിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു മരുന്ന് കൊണ്ടുവരാം. എനിക്ക് മരുന്നും മണ്ണാങ്കട്ടിയൊന്നും വേണ്ട. എന്നെ അങ്ങ് വിളിച്ചോണ്ട് പോ. നിന്നെ കൊണ്ട് വീട്ടിലേക്ക് ചെന്നാലേ ചേട്ടൻ രണ്ടിനെയും കൊല്ലും. അതുകൊണ്ട് ഞാൻ പറയുന്നു കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്താണൊരു കുറവ്? നിന്റെ ചേച്ചിയുടെ വിശേഷം അറിയാത്തവരായി ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുത്തിയുടെ അനുജത്തിയെ രഹസ്യമായിട്ട് വെച്ചോണ്ടിരിക്കാം അല്ലേ? ജനാർദ്ദനോ, മരുന്നിനും മന്ത്രവാദത്തിനും ഒന്നും പോണ്ട, വേറൊരു വഴിയുണ്ട്. വലിയ ചെലവൊന്നുമില്ല, കാര്യം വളരെ നിസ്സാരം. അതായത് ഈസി. കുട്ടപ്പോ എന്തോ അതിങ്ങ് കൊണ്ടുപോടാ. ദാ പിടിച്ചോ. പെങ്ങളെ, പണ്ട് പറഞ്ഞ കാര്യം മറന്നിട്ടില്ലല്ലോ. ഇപ്പോഴെന്തായി? എന്തായാലും നീ പേടിക്കണ്ട പെണ്ണേ. അയ്യോ, നിങ്ങൾ എന്ത് ഭാവിച്ച? കൊല്ലാനും തിന്നാനും ഒന്നുമല്ല. ദേ മാല പിടിക്കും. മേടിക്ക്, മേടിക്കാൻ. വീട്ടിൽ എന്റെ ചേട്ടനെങ്ങാനും പറഞ്ഞാൽ അപ്പൊ ഈ വരവിനും പോക്കിനും ഒക്കെ തന്റെ ചേട്ടന്റെ അനുവാദം ഉണ്ടായിരുന്നു? സാരമില്ലടോ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇത്തരം ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. വെടി മേടിച്ചോ. ഇങ്ങോട്ട് നീങ്ങി വെടി.
ചെല് ചെല്. ജനാർദ്ദനോ മോനെ ഈ മാല അങ്ങ് പിടിക്കേ. എന്തായാലും കല്യാണം കഴിപ്പിക്കാതെ നിന്നെ ഞങ്ങൾ വിടുകയല്ല. അയ്യോ ലവളുടെ ഒരു ജ്ഞാനം. ആ ഇടേ കുട്ടപ്പ 2 കൊരവ. ഒരു പൈസ ചെലവില്ലാതെ കാര്യം ഉഷാറായേ. ഇനി ആരെയും പേടിക്കണം, ലൈസൻസ് ഉണ്ടല്ലോ. ഇനി അവരായി അവരുടെ പാടായി നമുക്ക് പോവാം. കുട്ടപ്പ നമുക്കൊരു പരിപാടി നടത്തിക്കളയാം. നീ മിടുക്കി, ബുദ്ധിമതി. നിന്റെ മകളെ കൊണ്ട് എന്റെ മകനെ വശീകരിപ്പിച്ചാൽ 2 കാര്യം സാധിക്കാമെന്നല്ലേ നീ കരുതിയത്? മൂത്ത മകൾക്ക് രക്ഷപ്പെടാനൊരു വഴി തെറ്റിക്കും ഞാൻ. അവനെ അവൾക്ക് കിട്ടുകയില്ല. എനിക്ക് അങ്ങനെ യാതൊരു വിചാരവുമില്ലായിരുന്നു. ആ ബന്ധം വേണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടിപ്പോ എന്തുണ്ടായി? നിന്റെ മകളവിടെ, എന്റെ മകളവിടെ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ജീവനോടെ കാണണമെങ്കിൽ മര്യാദയ്ക്ക് അവളെ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ അവരുടെ ശവം പോലും ഞാൻ കാണിക്കില്ല. ഞാൻ എവിടെ പോയി അന്വേഷിക്കാന്? പോയ സ്ഥലം നിനക്ക് അറിഞ്ഞുകൂടല്ലേ? തിരുവനന്തപുരത്തേക്കാണ് അവർ പോയെന്ന് എനിക്കറിയാം. അവിടെ നിന്റെ ഒരു ബന്ധുണ്ടല്ലോ. നിന്റെ സഹായത്തോടെ മാത്രമേ അവർക്ക് ഓടിപ്പോകാൻ കഴിയൂ. ആ പ്രേമയുടെ അകത്തുണ്ട്. വിളിക്കും. എനിക്ക് അവളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. മോളെ എന്താമ്മേ? നീ ഇവിടുന്ന് എന്റെ കൂടെ വരണം. ഞാൻ വരില്ല. ധിക്കാരം പറയുന്നു. എന്താണെന്ന് വെച്ചാ അവളോട് ഇവിടെ വെച്ച് പറഞ്ഞുകൂടെ? എന്നെ അനുസരിക്കാൻ ഭാവമുണ്ടോന്ന്? എനിക്ക് സാധിക്കില്ല മോളെ. പ്രൊഫസർ നരേന്ദ്രനെ കൊന്നതാരാണെന്ന് അറിയാമോ? അല്ല, എന്റെ അമ്മയല്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. ഞങ്ങളെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. ഈ ഫോട്ടോ പുറത്തു വന്നാൽ നിന്റെ അമ്മ ജയിലിൽ, നീ അനാഥ. സാർ, എന്താ ജോഷി? ഫാക്ടറിയിൽ പോലീസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ പാൽപ്പൊടിയിൽ എന്തോ കുഴപ്പമുണ്ടത്രേ. കുറെ കുട്ടികളെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. ആ ശരി, നീ പോയിക്കോ. ഞാൻ എത്തിപ്പോയി. അവരെ കണ്ടുപിടിച്ച് എന്റെ മകനെ എനിക്ക് തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ എല്ലാ കണക്കുകൂട്ടലുകളും ഞാൻ തെറ്റിക്കും. അമ്മേ, എന്തൊക്കെയാണ് അമ്മ ഇത്? ഞാൻ പറയുന്നതൊന്ന് കേക്കുമോളെ. അമ്മ കൊലപാതകയല്ല. അദ്ദേഹത്തിന് നിലവിളി കേട്ട് ഓടിച്ചെന്നപ്പോ നെഞ്ചിൽ കത്തിയോടെ കടന്ന് പെടയുന്നതാണ് അമ്മ കണ്ടത്. ഇതാണ് മോളെ നടന്നത്. നമ്മുടെ അച്ഛനെ കൊലപ്പെടുത്തി നമ്മുടെ കുടുംബം നശിപ്പിച്ച ആ ദ്രോഹി എന്തിനും മടിക്കാത്തവനാണ്. അവന്റെ മകനെയും വിശ്വസിച്ചുകൂടാ. രജനി അവൻ വഞ്ചിക്കും, തീർച്ച. ഞാൻ എന്ത് വേണം മോളെ? രജനി എങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ പോകാം മോളെ. തിരുവനന്തപുരത്ത് നമ്മുടെ ചന്ദ്രനുണ്ടല്ലോ, അവന്റെ സഹായത്തോടെ അവളെ നമുക്ക് കണ്ടുപിടിക്കാം. നിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്താൽ അമ്മയ്ക്ക് സമാധാനമായി. അയ്യോ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ? അയ്യോ, ഓടി വരണേ. അയ്യോ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? എനിക്ക് അറിഞ്ഞൂടെ? അയ്യോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ മറിയ? എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശക്കുന്നെന്ന് പറഞ്ഞു പാല് കലക്കി കൊടുത്തു. ഉടനെ വയറ്റിളക്കം ഛർദിന്നോടെ. BKN പ്രോഡക്ട്സിന്റെ പാൽപ്പൊടി കഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഛർദിയും വയറ്റിളക്കമാണ്. കുറെ പേരെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടി നിലവിളിച്ചോണ്ടിരുന്നാലോ? കുഞ്ഞിനെ എടുക്കാൻ നമുക്ക് ആശുപത്രി വേണ്ട, കുട്ടിയെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. ഇനിയിപ്പോ ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോ പാൽപ്പൊടി കലക്കി കുടിച്ചപ്പോഴാണോ ഈ കുഴപ്പമുണ്ടായത്? ഇവിടത്തെ കമ്പനിയിൽ ഉണ്ടാക്കിയത്. വില കുറവാണല്ലോ എന്ന് കരുതി വാങ്ങിട്ടാണ്. മനുഷ്യനെ കൊല്ലാനുള്ള ഒരു പാൽപ്പൊടി കച്ചവടം. എന്നിട്ട് നിങ്ങളെല്ലാം കൂടെ സങ്കടപ്പെട്ടോണ്ടിരിക്കുക. വിഷം വിൽപ്പനയ്ക്ക് വെച്ച് കാശുണ്ടാക്കുന്ന മാന്യന്മാർ അവരെ ഒന്നും വെറുതെ വിട്ടുകൂടാ. വാ, നമുക്ക് പോവാം. കമ്പനി പണിക്കിലേക്ക് പോവാം.
നേരെ വരുന്നുണ്ടോ? ശരി, ഞാനും വരാം. അതെ, ആളുകൾ അധികമുണ്ട്, ഉടനെ വരണം. താങ്ക് യു. എടോ, ഈ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ആദ്യമാണ്. ആരാണ് ഇത്രയും ആളുകളെ ഇളക്കിവിടുന്നത്? അവന്മാർ ആ ചേരി പ്രദേശ റൗഡികളാണ്. നമ്മോടെതിരെ ഇങ്ങനെയും ചെല്ലും. തന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, ഇത്തരക്കാരെ നമ്മുടെ കൂടെ നിർത്തണമെന്ന്. നമ്മെ എതിർക്കുന്നവർ ശക്തരാണെങ്കിൽ തീർച്ചയായും അവർ നമ്മോട് കൂടെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ പഞ്ഞമില്ലാത്ത ഒന്ന് ഇതാ മുദ്രാവാക്യം. അവരെല്ലാം കൂടി ഇങ്ങോട്ട് എത്തുമോ? ഇതെല്ലാം കേട്ട് താനിങ്ങനെ പേടിച്ചാലോ? പോലീസിനെ കണ്ടാൽ അവൻ ചെന്ന് പുളി പോലും കാണില്ല. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവരെ, വിഷമുതലാളിമാരെ, 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 നിങ്ങൾ ബഹളമുണ്ടാക്കാതിരിക്കും. എന്താ കാര്യം?
അവന്റെയൊക്കെ നെഞ്ചത്ത് കൂടി. എനിക്ക് സാധിക്കില്ല സാർ. ഇതാ താക്കോ. ഇനി നീ രക്ഷപ്പെടാവുന്ന നിഷ്കളങ്കരായ കുട്ടികളെ ഞെരിച്ചു കൊന്ന ഇവനെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞങ്ങൾ തയ്യാറാണ് സാർ. ഇവനെ മാത്രമല്ല, ഇവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. അതുകൊണ്ടായില്ല. ചില വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ ഒന്നിച്ചു മുന്നേറിയാൽ മാത്രമേ ഇത്തരം രാജ്യദ്രോഹികളെയും ഇവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും സേവനത്തിന്റെ കുപ്പായമണിഞ്ഞു നടക്കുന്ന നേതാക്കന്മാരെയും നിലയ്ക്ക് നിർത്താൻ ഒക്കൂ. എങ്കിൽ മാത്രമേ നമുക്കും ഈ രാജ്യത്തിന് രക്ഷ കിട്ടുകയുള്ളൂ. ഞങ്ങൾ സാറിനോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ കൂടെ വരാൻ സാർ ഒരുക്കമാണോ? പ്രതിഫലം കൂടാതെ ജനസേവനം മാത്രം ലക്ഷ്യമാക്കി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? അവരുടെ മുൻപന്തിയിൽ ഞാനുണ്ടാവും. യു ആർ അണ്ടർ അറസ്റ്റ്. എല്ലാവരും പിരിഞ്ഞു പോകണം. ഇല്ല, ഞങ്ങൾ ഒന്നിച്ചു കൂടുകയാണ്. നാട് നശിപ്പിക്കുന്ന വഞ്ചകന്മാരെയും അവരെ സഹായിക്കുന്ന അധികാരികളെയും തിരഞ്ഞുപിടിച്ച് കൽത്തുറുങ്കിലടയ്ക്കാൻ. ഇന്നോളം ജനങ്ങളിൽ നിന്നും തട്ടിയെടുത്തതെല്ലാം പിടിച്ചെടുത്ത് ഈ പട്ടിണിപ്പാവങ്ങൾ ഉദ്ധരിക്കാൻ. അതിനുവേണ്ടി ഞങ്ങളിനി പുതിയ പോരാളികളാവുകയാണ്. പണത്തിനും പദവിക്കും വേണ്ടിയുള്ള ആവേശമല്ല, സാധാരണക്കാരന് നന്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വരുന്നത്. മനസ്സും കൈയും ശുദ്ധമായിട്ടുള്ളവർക്ക്, സത്യവും നീതിയും ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ യുഗത്തിന്റെ പിറവിക്ക് വേണ്ടി ഞങ്ങളോടൊത്ത് വരാം. മനുഷ്യക്കുരുതികൾ നടത്തുന്ന ചാട്ടാളന്മാർക്കെതിരെ നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കിട്ടാനുള്ളത് നല്ലൊരു നാളെ, നമുക്കല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക്.